നമസ്കാരം. റീൽസിന്റെ സംസ്കാരമാണ് നമ്മുടെ ഇപ്പോഴത്തെ സംസ്കാരം. എല്ലാ മനുഷ്യരും അവനവനാൽ തന്നെ ഒരു സെലിബ്രിറ്റി ആവാൻ ശ്രമിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളെ അല്ലെങ്കിൽ തൻ്റെ ചുറ്റും കാണുന്ന കാഴ്ചകളെ അവർ റീൽസാക്കി മാറ്റി ജനപിന്തുണ തേടുന്നു. ഞാൻ റീൽസ് എടുക്കുന്നവർക്ക് എതിരല്ല. റീൽസ് എന്ന് പറയുന്നത് നിത്യജീവിതത്തിന് ഭാഗമായി മാറുമ്പോൾ നമ്മുടെയൊക്കെ സമയം ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും റീൽസ് ഭംഗിയായി എടുക്കാനും അത് സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിക്കാനും കഴിയുന്നത് പ്രതിഭ തന്നെയാണ്. ഒരിക്കലും റീൽസുകാരെ തള്ളിപ്പറയുകയോ അവരെ പുച്ഛിക്കുകയോ ചെയ്യുന്ന കൂട്ടത്തിലല്ല ഞാൻ. ഓരോ വ്യക്തിക്കും അവൻ്റെ പ്രതിഭ, അതുവരെ ആരും തിരിച്ചറിയാത്ത അവൻ്റെ കഴിവ്, അത് ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് റീൽസിൻ്റെ ഏറ്റവും വലിയ മെച്ചം. പല സ്ത്രീകളും റീൽസ് എടുക്കുമ്പോഴാണ് അവരുടെ ഭർത്താക്കന്മാർ പോലും തിരിച്ചറിയുന്നത് എൻ്റെ ഭാര്യ ഇത്ര മിടുക്കിയായിരുന്നല്ലോ എന്ന്. റീൽസിലൂടെ പലരും സ്റ്റാറാകുന്നു, പലർക്കും അത് വരുമാന മാർഗമാകുന്നു. അത് സമൂഹത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുന്നു. റീൽസിൻ്റെ കാലത്തുള്ള ഏറ്റവും വലിയ നേട്ടം വാർത്തകൾ അടിച്ചമർത്തപ്പെടുന്നില്ല എന്നതാണ്. ലോകത്ത് സംഭവിക്കുന്നത് എന്തും ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ, ഏത് വമ്പൻ ശക്തികൾക്കും തടയാൻ കഴിയാത്ത വിധത്തിൽ റീൽസിന്റെ ലോകം സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ റീൽസുകാരെ സംരക്ഷിക്കണം, റീൽസിനെ സംരക്ഷിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ നമ്മുടെ സമൂഹം വൈവിധ്യമാർന്നതാണ്. പലതരത്തിലുള്ള വിവേകവും പലതരത്തിലുള്ള സാമാന്യ ബുദ്ധിയുമാണ് പലർക്കുമുള്ളത്. ഈ വിവേകമില്ലായ്മ, സാമാന്യ ബുദ്ധിയില്ലായ്മ പലപ്പോഴും ഇത്തരം റീൽസുകളെ ഒരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് മാറ്റുന്നു. എങ്ങനെയെങ്കിലും റീൽസ് എടുക്കുക, എങ്ങനെയെങ്കിലും വൈറലാവുക, എങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടാവുക എന്ന തരത്തിൽ റീൽ സംസ്കാരം മാറുമ്പോൾ സമൂഹം തന്നെ പിന്നോട്ടടിക്കുന്നു. അതിൻ്റെ ഉദാഹരണമായിരുന്നു കോഴിക്കോട് ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യ. ഷിംജിത എന്നു പേരുള്ള ഒരു യുവതി, അവർ ബസ്സിൽ വെച്ച് ആ മനുഷ്യനെ സ്പർശിക്കാൻ ശ്രമിച്ച് അയാൾ റീൽസ് എടുത്തിട്ട് അയാൾ സ്പർശിച്ചു എന്ന് പറഞ്ഞ് റീൽസ് ചെയ്യുന്നു. അത് വൈറലാകുന്നു. അയാളുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റു. അയാൾ ജീവൻ ഒടുക്കി. ഷിംജിതയ്ക്ക് ദീർഘകാലം ജയിലിൽ കഴിയേണ്ടി വന്നു. ഒരുപക്ഷേ ഈ റീൽ സംസ്കാരത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഷിംജിതയുടെ ജയിൽവാസം. അത്തരം തിരിച്ചടികളിലൂടെ മാത്രമേ ഇത് തിരുത്താൻ കഴിയൂ. ഇങ്ങനെ തിരുത്തേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതി തന്നെയാണ് സെലിബ്രിറ്റികളുടെ മരണം. സെലിബ്രിറ്റികൾ മരിക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാവുന്ന ദുഃഖമല്ല വാസ്തവത്തിൽ ഈ റീൽസിന്റെ മനഃശാസ്ത്രം. മരിച്ചുപോയി എന്ന് നമുക്കൊക്കെ അറിയാം. അവർ ജീവിച്ചിരുന്നപ്പോൾ ഈ നാടിന് നൽകിയ സംഭാവനയെക്കുറിച്ച് നമ്മളൊക്കെ വാദവരാതെ സംസാരിക്കും. പക്ഷേ ഈ റീൽസുകാർ അവിടേക്ക് തടിച്ചുകൂടുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ആ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ലോകത്തോട് കാണിക്കാനുള്ള ഉത്തരവാദിത്വ ബോധം കൊണ്ടോ അല്ല. നേരെ മറിച്ച് ഈ മരിച്ച വ്യക്തിയെ കാണാനെത്തുന്ന മറ്റു സെലിബ്രിറ്റികളോട് സംസാരിക്കാനും അവരുടെ നടത്തവും ചിരിയും നോട്ടവും കണ്ണുനീരുമൊക്കെ പകർത്തി അത് റീൽസാക്കി ട്രെൻഡിങ്ങിലെത്താനുമാണ്. പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾ എന്തു ചെയ്താലും ജനങ്ങൾക്കത് കാണാൻ ആഗ്രഹമാണ്. അവർ ചിരിക്കുന്നതും കരയുന്നതും മറ്റുള്ളവരോട് സഹതപിക്കുന്നതും മിണ്ടാതിരിക്കുന്നതുമൊക്കെ തീർച്ചയായും വലിയ ആവേശം നൽകും. ഒരു നടൻ മറ്റൊരു നടനെ കണ്ടപ്പോൾ സംഭവിച്ചത് എന്തെന്ന് കണ്ടോ, അല്ലെങ്കിൽ ഒരു നടി കുഞ്ഞിനോടൊപ്പം വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ തലക്കെട്ടിട്ടുകൊണ്ട് ഇവരിത് എഴുതുമ്പോൾ സാധാരണ മനുഷ്യർ ആവേശത്തോടെ കാണും. അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. എന്നാൽ അതൊരു മരണ വീട്ടിൽ സംഭവിക്കുമ്പോൾ, ഒരു മരണത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്ന മനുഷ്യനോട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ, അവൻ്റെ മുമ്പിൽ മൈക്ക് വെച്ചിട്ട് പറയൂ ഈ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതും കഴിഞ്ഞ് ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് അവരോട് ചോദിക്കുമ്പോൾ അത് അനൗചിത്യമായി മാറുന്നു. മാത്രമല്ല ഇത്തരക്കാരുടെ എണ്ണം പെരുകി വരുന്നു. ആർക്കും ഒരു മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് റീൽസ് ചെയ്യാവുന്ന സാഹചര്യം രൂപപ്പെടുമ്പോൾ തൻ്റെ ചുറ്റിനുമുള്ള കാഴ്ചകൾക്കപ്പുറത്തേക്ക് ഇത്തരം കാഴ്ചകൾക്ക് പിന്നാലെ ഇവർ പരക്കം പായുമ്പോൾ അത് ആരുടെ അടുത്തേക്ക് ഇവർ എത്തുന്നു, അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. കൊച്ചിയിലെ സിനിമക്കാർ ഇപ്പോൾ ഏറ്റവും അധികം വേദനിക്കുന്നത് അവരുടെ സിനിമയുടെ പ്രൊമോഷൻ ഷൂട്ടാണ്. പ്രൊമോഷൻ നടക്കുമ്പോൾ അവർക്ക് 10ഓ 50ഓ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. അതിലപ്പുറത്തേക്ക് മാധ്യമപ്രവർത്തകർ, അതിനപ്പുറത്തേക്ക് ചാനലുകൾ, ഓൺലൈനുകാർ ഒരു സ്വാധീനവും ഉണ്ടാക്കുന്നില്ല എന്ന് അവർക്കറിയാം. പക്ഷെ അവിടെ തടിച്ചുകൂടുന്നത് 500 പേരായിരിക്കും. അതുകൊണ്ട് ഒരു ചായ പോലും വാങ്ങിക്കൊടുക്കാൻ അവർക്ക് കഴിയില്ല. മാത്രമല്ല ഈ ചോദ്യം ചോദിക്കുന്ന മിക്കവർക്കും എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണയുമില്ല. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് പ്രകോപിപ്പിക്കും. അതുകൊണ്ട് പലപ്പോഴും സിനിമക്കാർ ഇത്തരം പ്രൊമോഷന് വരാൻ മടി കാണിക്കുന്നു. ഇതിൻ്റെ തനി ആവർത്തനമാണ് മരണവീടുകളിൽ സംഭവിക്കുന്നത്. മരണവീടുകൾക്ക് മുമ്പിൽ പോയി ഔചിത്യബോധമില്ലാതെ സിനിമാക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അവിടെ വലിയ തള്ളക്കയറ്റം ഉണ്ടാക്കുമ്പോൾ അതിന് ഇരയാകുന്ന മനുഷ്യർ പെട്ടുപോവുകയാണ്. അതിൻ്റെ പൊട്ടിത്തെറിയായിരുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരനെ ജീവിച്ച സലിം കുമാറിന്റെ മരണസമയത്ത് സംഭവിച്ചതും സലിം കുമാറിന്റെ മകൻ ചന്തു പൊട്ടിത്തെറിച്ചതും. ചിലരൊക്കെ അതിനെ ചന്തുവിന്റെ പട്ടി ഷോ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടെങ്കിലും അപ്പൻ മരിച്ച ഒരു മകന്റെ വേദന
അവർക്ക് മാത്രമേ മനസ്സിലാവൂ എന്ന് തിരിച്ചറിയുക. മരണം നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റിനും സംഭവിക്കുന്ന സ്വാഭാവിക പ്രക്രിയ ആയതുകൊണ്ട് നമുക്ക് അത്രമേൽ ആത്മബന്ധമുള്ളവർ മരിച്ചാൽ മാത്രമേ നമുക്കതിന്റെ ഫീൽ ഉണ്ടാവൂ. അല്ലെങ്കിൽ പ്രായമായ ഒരാൾ മരിച്ചു പോകുമ്പോൾ എന്തായാലും മരിക്കേണ്ടതല്ലേ, മരിക്കട്ടെ എന്നായിരിക്കും ചുറ്റിനുമുള്ളവർക്ക് തോന്നുക. ഇവിടെ ചന്തു അനുഭവിച്ച പ്രതിസന്ധി, തൻ്റെ പിതാവിനെ ഇഷ്ടപ്പെടുന്ന സാധാരണ മനുഷ്യർ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുമ്പോൾ അവർക്ക് സൗകര്യമുണ്ടാവുന്നില്ല. പിതാവിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആദരാഞ്ജലി അർപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു. മാത്രമല്ല മരണാനന്തര ചടങ്ങുകൾ നിറവേറ്റാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ഇനി ഒരിക്കലും കാണാൻ കഴിയാത്ത, തങ്ങളോടൊപ്പം ഇത്രകാലം ജീവിച്ച, തങ്ങൾക്ക് ആശ്വാസം നൽകിയ, തങ്ങൾക്ക് പ്രതീക്ഷ നൽകിയ, തങ്ങൾക്ക് താങ്ങ് നൽകിയ തങ്ങളുടെ പിതാവിനെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ അവസാന നിമിഷം കൺകുളിർക്കെ കാണാൻ, പരമാവധി കാണാൻ ശ്രമിക്കുന്ന ചന്തുവിനും ആ കുടുംബത്തിനും അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു ആ പൊട്ടിത്തെറി. മുഖ്യമന്ത്രി തന്നെ ഇടപെടേണ്ടി വന്നു അവിടുത്തെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ എന്നോർക്കണം. ആ ഒരു സാഹചര്യം വലിയ തോതിൽ ചർച്ചയാവുകയും അതിന്റെ ഭാഗമായി കേരള പോലീസ് ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. പോലീസ് പറഞ്ഞു, ഇനി ഞങ്ങൾ ഈ സ്വകാര്യതയുടെ അതിർവരമ്പ് കടന്നുള്ള കടന്നുകയറ്റത്തെ അനുവദിക്കില്ലെന്നേ. അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്, കേസെടുക്കും, അത് 2-3 വർഷം നിങ്ങളെ തടവിലാക്കും എന്ന് പോലീസ് പറയുന്നു. ഈ പറച്ചിലിൽ എത്രമാത്രം നിയമസാധുതയുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. പക്ഷെ എങ്കിൽ പോലും ഇതൊരു കൃത്യമായ മുന്നറിയിപ്പാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കൊക്കെ ഒരുപാട് അവകാശങ്ങളുണ്ട് എന്നതാണ്. എന്നാൽ ഈ അവകാശങ്ങളിൽ സ്വയം അച്ചടക്കം കാണിക്കുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അതിന് കഴിയാതെ നമ്മൾ ഈ അവകാശം ദുരുപയോഗിച്ചാൽ അത് സമൂഹത്തിന് ദോഷം ചെയ്യുകയും അവിടെ നിയമ സംവിധാനങ്ങൾ ഇടപെടുകയും ചെയ്യും. ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് പോലെ നിയമം കർശനമാണെങ്കിലും അല്ലെങ്കിലും ഈ വിഷയത്തിനെതിരെ പൊതുജന വികാരം ശക്തമാണ്. പൊതുജനം എന്ന് പറഞ്ഞാൽ നിയമ സംവിധാനങ്ങൾ പെടും, പോലീസും കോടതിയും പെടും. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വിഷയത്തിന്റെ പേരിൽ ഒരാൾക്കെതിരെ കേസെടുത്താൽ കേസ് നിയമപരമായി നിലനിൽക്കുമോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. ആ കേസ് ഒരു പൊതുവികാരത്തിന്റെ പ്രതിഫലനമായതുകൊണ്ട് കോടതി ഒരു അനുകമ്പയും നൽകണമെന്നില്ല. ഈ ഷിംജിത ഇത്രകാലം ജയിലിൽ കിടക്കാൻ കാരണം അവൾ ചെയ്ത കുറ്റത്തിന്റെ വ്യാപ്തി കൊണ്ടല്ല, നേരെ മറിച്ച് ഈ പൊതുവികാരം അവൾക്കെതിരായതുകൊണ്ടാണ്. ഇവിടെ നോക്കൂ, ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും വൈറലാക്കുകയും ചെയ്യുന്നത് നിയമപരമായി തെറ്റാണ് എന്ന് പറയാൻ സാധ്യമല്ല. അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിലില്ല. എന്നാൽ പൊതുവികാരം എതിരാണെങ്കിൽ ആവശ്യമെങ്കിൽ അങ്ങനെ നിയമത്തെ വ്യാഖ്യാനിക്കാം. ആ വ്യാഖ്യാന ശ്രമത്തിന്റെ പ്രഖ്യാപനമാണ് പോലീസിന്റെ ഇടപെടൽ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66E ഈ നിയമം ഉപയോഗിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ആ നിയമം ഇങ്ങനെയാണ്: വയലേഷൻ ഓഫ് പ്രൈവസി ബൈ capturing or publishing private images of individuals without consent. ഇതാണ് നിയമം പറയുന്നത്. ഈ 66E എന്ന നിയമം ലംഘിച്ചാൽ 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയുമാണ്. എന്നാൽ ഇതിനൊരു കുഴപ്പമുണ്ട്. പ്രൈവറ്റ് ഇമേജസ് എന്നാണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രൈവറ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ ദൃശ്യങ്ങൾ. സ്വകാര്യ ദൃശ്യങ്ങളെ കുറിച്ച് നിയമത്തിന് കൃത്യമായ വ്യാഖ്യാനമുണ്ട്. ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ നഗ്ന ചിത്രം സ്വകാര്യ ദൃശ്യത്തിൽപ്പെടും. അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് പാർട്ടുകൾ, അവരുടെ ലൈംഗികാവയവത്തിൻ്റെയോ മറ്റേതെങ്കിലും സ്വകാര്യമായി മാത്രം അവർ സംരക്ഷിക്കാൻ, ആരും അറിയാതെ അവർ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗങ്ങളുടെയോ ചിത്രങ്ങൾ എടുത്താൽ, അല്ലെങ്കിൽ അവർ സ്വകാര്യമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി, അവരുടെ ശാരീരിക ബന്ധമാവട്ടെ, അവരുടെ ബാത്റൂമിലെ പ്രവേശനമാവട്ടെ, ഇത്തരം ദൃശ്യങ്ങൾ പകർത്തിയാൽ മാത്രമാണ് അത് ഈ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നത്. അല്ലാതെ 66E എന്ന വകുപ്പ് ഏതെങ്കിലും ഒരു മരണ വീട്ടിലോ കല്യാണ വീട്ടിലോ ദൃശ്യം പകർത്തിയ ഒരു യൂട്യൂബർക്കെതിരെ ചുമത്താൻ സാധ്യമല്ല. പക്ഷെ പോലീസ് ചുമത്താൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? ഉദാഹരണത്തിന് സലീം കുമാറിന്റെ വീട്ടിൽ തള്ളിക്കയറിയ റീൽസുകാർക്കെതിരെ സലീം കുമാറിന്റെ മകൻ ഒരു പരാതി കൊടുക്കുന്നു എന്ന് കരുതുക. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ 66E എന്ന വകുപ്പ് ചുമത്തിയാൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതിയും ഈ വാർത്തയൊക്കെ കണ്ടതാണ്, കോടതിക്കും കലിപ്പുണ്ട്, ജാമ്യം ലഭിക്കണമെന്നില്ല. അത് ജുഡീഷ്യൽ ഓഫീസറുടെ വിവേചനാധികാരമാണ്. എന്നാൽ വൈകാതെ തന്നെ ജാമ്യം കിട്ടും, കേസിൽ പൂർണ്ണമായും ജയിക്കുകയും ചെയ്യും. കാരണം ഈ വകുപ്പ് നിലനിൽക്കില്ല. നല്ല ഒന്നാന്തരം വക്കീല് ശക്തമായി വാദിച്ചാൽ ആദ്യം തന്നെ ജാമ്യം കിട്ടും. പക്ഷെ സലീം കുമാറിന്റെ വീട്ടിലെ തള്ളിക്കയറ്റം കണ്ട് കലിപൂണ്ടിരിക്കുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസറിന് മുമ്പിലാണ് ഇയാളെ ഹാജരാക്കുന്നതെങ്കിൽ ഈ വ്യക്തിയെ ജുഡീഷ്യൽ ഓഫീസർക്ക് അറിയില്ല, റിമാൻഡ് ചെയ്തെന്ന് വരാം. ഇത്തരമൊരു അപകടം ഇതിലുണ്ട് എന്ന് റീൽസുകാർ തിരിച്ചറിയുക. ദയവായി യൂട്യൂബർമാർ, റീൽസുകാർ കുറച്ചുകൂടി ഔചിത്യബോധം കാണിക്കുക. ഒരു വ്യക്തിയുടെ സ്വകാര്യത നിയമപരമാണെങ്കിലും അല്ലെങ്കിലും അത് സുപ്രധാനമാണ്. ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ഉറ്റ ബന്ധുക്കളുടെ വേദനയും ആശങ്കയും നമ്മൾ തിരിച്ചറിയണം. അതിലേക്ക് നമ്മൾ കടന്നു കയറരുത്. അവിടെ സന്ദർശിക്കാനെത്തുന്ന സെലിബ്രിറ്റികളോടെ നിങ്ങൾ മൈക്ക് വെച്ചിട്ട് അഭിപ്രായം ചോദിച്ച് മറ്റൊരു നിവൃത്തിയുമില്ലാതെ അവരെ കൊണ്ട് അവിടെ പട്ടിഷോ അവതരിപ്പിക്കാൻ പ്രേരിപ്പിക്കരുത്. മരണദൃശ്യങ്ങൾ ശാന്തമായി പോയി കവർ ചെയ്തു പോയിക്കോളൂ. തിക്കും തിരക്കും ഉണ്ടാവരുത്. വാസ്തവത്തിൽ സെലിബ്രിറ്റികളുടെ മരണത്തിനും
വിവാഹത്തിനുമൊക്കെ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക പ്രോട്ടോകോൾ ഉണ്ടാക്കേണ്ടതുണ്ട്. പത്രങ്ങളെയും ചാനലുകളെയും മാത്രം പ്രവേശിപ്പിച്ച് യൂട്യൂബർമാരെ ചിറ്റമ്മ നയം പുലർത്തി അകറ്റി നിർത്തുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. ഈ പല ചാനലുകളെക്കാളും പത്രങ്ങളെക്കാളും ജനം കാണുന്നത് പല യൂട്യൂബർമാരുടെയും കാഴ്ചകളാണെന്ന് ഓർക്കണം. എന്നാൽ നിയന്ത്രണം ഉണ്ടാവണം. അവർ സ്വകാര്യതയിലേക്ക് കടന്നു കയറില്ല എന്നുറപ്പുണ്ടാവണം. അത്തരം പ്രോട്ടോകോൾ സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണ്. അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ പോലും ഇപ്പോൾ ഇങ്ങനെ തള്ളിക്കയറ്റമാണ് എന്ന് വിസ്മരിക്കരുത്. അടിയന്തരമായി നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ ഇനിയും ഉണ്ടാവും. ഇത്തരം പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും ഇനിയും ഉണ്ടാവും.